ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനത്തെ നെഞ്ചോട്ട് ചേർത്ത് വെച്ച് അതിനുള്ളിൽ ദൈവസ്നേഹം ആവോളം അനുഭവിച്ച് ഇന്നും അനേകായിരങ്ങൾക്ക് പ്രകാശത്തിന്റെ ദീപനാളമായി മാറിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ വാക്കുകളാണിവ. വിശുദ്ധ അൽഫോൻസ എന്ന് കേൾക്കുമ്പോൾ കുറച്ചു പേരുടെയെങ്കിലും മനസ്സിൽ മിഷലേങ്ങിന്റെ ഭാഗമായി നടത്തുന്ന അൽഫോൻസ തീർത്ഥാടനവും കൂട്ടുകാർ ഒന്നു ചേർന്നുള്ള ഭവന സന്ദർശനവും ഓർമ്മ വരാറില്ലേ? ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തല്ല അൽഫോൻസാമ്മ വിശുദ്ധയായത്. മറിച്ച് രോഗശയ്യയിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും വേദനകളും ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. മഠത്തിൽ തന്നെ കാണാനെത്തുന്ന കുട്ടികളോട് അമ്മ പറയുമായിരുന്നു, മിഷൻ ദേശത്തിനു വേണ്ടിയും അവിടെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും സുഹൃത ജപങ്ങൾ ചൊല്ലണം എന്നുമൊക്കെ. ലഭിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയ അൽഫോൻസാമ്മയെ പോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സഹനങ്ങൾ എന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളിലുമെല്ലാം പരാതി പറയാതെ, പഴി ചാരാതെ, നിരാശരാകാതെ ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തം വിശുദ്ധീകരണത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയും നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രേക്ഷിതരായി നമുക്കും മാറാം. ഇതിനായി വിശുദ്ധ അൽഫോൻസാമ്മ നമ്മെ സഹായിക്കട്ടെ.